അവരുടെ വോട്ടുകൾ പോയിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അല്ലെ ഈ ഒരു നിമിഷം. ഈ ലീഗ് മുൻപെങ്ങുമില്ലാത്ത വിധം ആദ്യം കുറച്ച് കല്ലുകടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ലീഗ് മുൻപെങ്ങുമില്ലാത്തത്ര വിധം UDF-നോട് ചേർന്ന് നിന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചേർത്ത് പിടിച്ചു. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു. പ്രചാരണത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ ആവേശം കാട്ടിയിരുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നുവല്ലോ. അതായത് നേതൃത്വം ഒപ്പം നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അണികൾ അവിടെയുള്ള കോൺഗ്രസ് ലീഗ് പ്രശ്നം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടേ ഈ വിഷയത്തിൽ. കുറേ വോട്ടുകൾ അൻവറിനിരിക്കട്ടെ, സ്വരാജിന് കൊടുത്തില്ലെങ്കിലും അൻവർ ഇടമുറപ്പിക്കട്ടെ, തല ഉയർത്തി നിൽക്കട്ടെ എന്ന ചിന്ത ലീഗിന്റെ അണികളിൽ പഴയ അസ്വാരസ്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ ആദ്യ റൗണ്ടുകൾ? കൃഷ്ണാജി, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ കൗശലം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് അൻവർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന വളരെയേറെ നമ്മൾ ഇപ്പോഴത്തെ ഫലം വരുമ്പോൾ ചേർത്ത് വെച്ച് കാണേണ്ടതുണ്ട്. അതായത് മുസ്ലിം ലീഗിലെ വനിതാ വോട്ടർമാർ അവരുടെ വോട്ടുകൾ തനിക്ക് കിട്ടുമെന്നൊരു പ്രസ്താവന അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായി മാറിയോ എന്ന് ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗിലെ വനിതാ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നത് ഒരു പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ആ വോട്ടുകളാണോ അൻവറിൻ്റെ പെട്ടിയിലേക്ക് വീണത്, അൻവറിൻ്റെ അക്കൗണ്ടിലേക്ക് മുതൽക്കൂട്ടായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ സംശയിച്ചാൽ അതിന് തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ആ ഒരു മുന്നേറ്റമാണ് നിലവിൽ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF കേന്ദ്രത്തിൽ അതേപോലെ തന്നെ ലീഗിനിടയിലുമൊക്കെ വലിയൊരു ആശങ്ക നിലവിൽ ആദ്യ പല സൂചനകൾ വന്ന മണിക്കൂറുകളിലടക്കം അവർക്ക് വലിയൊരു ആശങ്ക നിലവിൽ അൻവറിൻ്റെ ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർ പ്രതീക്ഷിച്ചിരുന്നത് വഴിക്കടവിൽ മാത്രം അത് ഒതുങ്ങും എന്നാണ് UDF ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്, മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്, കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതും കടന്ന് മൂത്തേടത്തേക്കും ആ ഒരു അൻവറിൻ്റെ യാത്ര എത്തുന്നു. അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. NDAയുടെ വോട്ട് ഷെയറാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നത് 500 കടക്കില്ല എന്നാണ്. വഴിക്കടവിൽ NDA 500 കടക്കില്ലെന്ന് പ്രതീക്ഷിച്ചവർക്ക് NDA 1000 കടന്ന് 1100 കടന്ന് 1250ഓളം വോട്ടുകൾ NDA അവിടെ നേടിയപ്പോൾ അതും അവർക്ക് ക്ഷീണം വരുത്തിയിട്ടുണ്ട്. അത് ആരുടെ വോട്ട് ബാങ്കിലാണ് ചോർച്ച ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അവർക്ക് ഇരു മുന്നണികളും ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അതായത് അൻവറും അതേപോലെ തന്നെ NDAയും നിലവിൽ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഇടത് വലത് മുന്നണികൾക്ക് വലിയൊരു ആശങ്കയാക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എത്രയൊക്കെ പറഞ്ഞാലും അൻവറിൻ്റെ ഈ ഒരു യാത്ര, അൻവറിൻ്റെ ഈ ഒരു മുന്നോട്ട് പോക്ക് അത് കോൺഗ്രസിന് തന്നെയാണ്, UDF-നാണ്, മുസ്ലിം ലീഗിനാണ് നിലവിൽ ആശങ്കയായിരിക്കുന്നത്. എത്രത്തോളം വോട്ടുകൾ അവർ എവിടെ നിന്നാണ് ചോർത്തിയിട്ടുള്ളത്, അത് വനിതാ വോട്ടുകളാണോ പോയിരിക്കുന്നത്, ലീഗിൻ്റെ വോട്ട് ബാങ്കിലാണോ ചോർച്ച ഉണ്ടായിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നേതൃത്വം ഇപ്പോൾ വലിയൊരു ആശങ്കയോടുകൂടി പഠനം തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്തായാലും ഇനിയും വരാനിരിക്കുന്ന പഞ്ചായത്തുകളും എടക്കരയും അതേപോലെ പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളും UDF-ന് മേൽക്കൈയുള്ള പഞ്ചായത്തുകളാണ്, അവർക്ക് സ്വാധീനമുള്ള മേഖലകളാണ്. ആ മേഖലകൾ എണ്ണിത്തീരുമ്പോഴത്തേക്കും ചുങ്കത്തറ പഞ്ചായത്താവുമ്പോൾ 161 ബൂത്തുകൾ എണ്ണിത്തീരും. അതായത് 127 മുതൽ 161 ബൂത്തുകൾ വരെയാണ് ഈ ചുങ്കത്തറയിലുള്ളത്. അതിനുശേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്ന എല്ലാ മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തുന്നത്. ഈ നിലമ്പൂർ നഗരസഭയായിരിക്കും ഒരു പക്ഷേ നിലമ്പൂരിൻ്റെ വിധി നിശ്ചയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ആര് വാഴും ആര് വീഴും എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഒരു പക്ഷേ നിലമ്പൂരിലെ വോട്ടെണ്ണലോട് കൂടിയായിരിക്കും. 209 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു നിലമ്പൂർ എണ്ണി തീരുമ്പോഴത്തേനും ആരായിരിക്കും നിലമ്പൂരിൽ വാഴുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. ഇതിനുശേഷം വരുന്ന 2 പഞ്ചായത്തുകൾ അതിനിർണായകമാണ്. ആ പഞ്ചായത്തുകൾ കരുളായി, അമരമ്പലം തുടങ്ങിയ പഞ്ചായത്തുകളാണ്. ഇവിടെ LDF-ന്റെ കേന്ദ്രമാണ്, LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ എത്രത്തോളം LDF മുന്നോട്ട് പോകും എന്നതും വിജയപരാജയങ്ങളെ നിശ്ചയിക്കും. അതായത് LDF ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അതായത് നിലമ്പൂർ നഗരസഭയിൽ ഒരു പക്ഷേ കോട്ടം സംഭവിച്ചാൽ അത് ഈ 2 പഞ്ചായത്തുകൾ കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിൽ അവിടെ നേടുന്ന വോട്ട് കൊണ്ട് തങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സ്വരാജ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നുള്ളത് വരും മണിക്കൂറുകൾ നമുക്ക് കണ്ടറിയാം. ഇനിയും വരാനിരിക്കുന്ന പ്രദേശങ്ങളിൽ എത്രത്തോളം വിള്ളൽ LDF-ലും അതേപോലെ തന്നെ UDF-ലും ഈ അൻവർ ഉണ്ടാക്കും എന്നതും ഈ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കൗതുകമായി ആ ഡിജിറ്റലുകൾ മാറുന്ന, ആ നമ്പറുകൾ മാറുന്നത് വലിയൊരു രാഷ്ട്രീയ കൗശലം പോലെ നമ്മുടെ മുന്നിൽ മാറുകയാണ്. അൻവർ നേടുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ ഇടത് മുന്നണിക്കും അതേപോലെ വലത് മുന്നണിക്കും ഒരേപോലെ ക്ഷീണം വരുത്തിയിട്ടുണ്ട്. അതിനിടയിൽ NDA തങ്ങളുടെ നില മെച്ചപ്പെടുത്തി മുന്നോട്ട് വരുന്നതും വലിയൊരു ആശ്വാസമായി ആ മേഖലയിലും മാറുന്നുണ്ട്. കൃഷ്ണരാജ്, ലീഡിൽ ചെറിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. 2290 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. 15335 വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് നേടുമ്പോൾ
13,045 വോട്ടുകൾ സ്വരാജ് നേടുന്നു. 5,539 വോട്ടുകൾ അവിടെ PV അൻവർ നേടിയിട്ടുണ്ട്. ലീഗ് വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന ചോദ്യമാണ് ഇനി ഉയരാനിരിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിനൊടുവിൽ മത്സരഫലം ഷൗക്കത്തിന് അനുകൂലമായാൽ പോലും അവിടെ അപ്പോഴും ഒരു രാഷ്ട്രീയമായ വിള്ളൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭൂരിപക്ഷം കൂടിയില്ലെങ്കിൽ ജയിച്ചാലും സതീശനിസം ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിലും സംശയം വേണ്ട. കാരണം അൻവർ വോട്ട് പിടിക്കുന്നുണ്ട്. അത് LDF-ൻ്റേതല്ല എന്ന് തോന്നിപ്പിക്കുന്ന കണക്കുകളാണ് ആദ്യ നിമിഷങ്ങളിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ അത് UDF വോട്ടുകളാണ്. UDF വോട്ടുകളാണെങ്കിൽ അതിൽ ലീഗ് വോട്ടുകളാണോ ചോർന്നത്? ഇപ്പോഴും കോൺഗ്രസ് ലീഗ് അസ്വാരസ്യം പ്രശ്നങ്ങൾ നിലമ്പൂരിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ആദ്യം വരുന്നത്. പക്ഷെ തുടക്കം മുതൽ ഇതുവരെ ഒരു നിമിഷം പോലും ഷൗക്കത്ത് പിന്നിലേക്ക് പോയിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം. ഷൗക്കത്ത് 26 വോട്ടിൽ തുടങ്ങിയ ലീഡ് ഉയർത്തലാണ്. അതിപ്പോൾ കൂടി 2290 വോട്ടുകളാകുന്നുണ്ട്. പക്ഷേ ആശങ്ക അവരുടെ ശക്തി കേന്ദ്രത്തിലാണ് പ്രതീക്ഷിച്ച ലീഡ് നേടാൻ ആകാതെ പോകുന്നത് എന്നത് മാത്രമാണ്. ഏതായാലും വാർത്തയിലെ